എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എ ജേർണി ഫുൾ ഓഫ് മിറാക്കിൾസ്. എ ജേർണി ടു ഇന്ത്യ സാറ്റലൈറ്റ് ലോഞ്ച് സെൻറ്റർ. ഇന്ന് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് കുലശേഖരപട്ടണം. ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം തമിഴ്നാട്ടിലെ കുലശേഖരപട്ടണമാണ്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് തീരത്തുള്ള ഈ പ്രദേശം കുറേക്കൂടി ഉപഗ്രഹ വിക്ഷേപണത്തിന് അനുയോജ്യമാണ്. ഭൂമിയുടെ ധ്രുവങ്ങളെ ചുറ്റുന്ന പോളാർ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത് തെക്കുദിക്കിലാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പോളാർ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത് ശ്രീലങ്കയുടെ പ്രദേശങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് വേണം. തയ്യാറാക്കുന്ന പദ്ധതികൾ കൂടുതൽ ഇന്ധന ചിലവ് വരുത്തും. ഇതേസമയം കുലശേഖരപട്ടണത്തിൽ നിന്ന് പോളാർ സാറ്റലൈറ്റുകളെ ഇത്തരം ബുദ്ധിമുട്ടുകൾ കൂടാതെ നേരിട്ട് ദക്ഷിണ ധ്രുവത്തിലേക്ക് വിക്ഷേപിക്കാൻ കഴിയും. ഇത് കൂടുതൽ സുരക്ഷിതമായും ചിലവ് കുറഞ്ഞ രീതിയിലും പോളാർ സാറ്റലൈറ്റുകളെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ സഹായിക്കും. കുലശേഖരപട്ടണത്ത് വരുന്ന രണ്ടാമത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഒരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും എന്നതിൽ സംശയമില്ല. അടുത്തത് ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്ന ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണിത്. ഇന്ത്യയിലെ പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞനായ ഡോക്ടർ സതീഷ് ധവാന്റെ പേരിലാണ് ഇവിടുത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം അറിയപ്പെടുന്നത്. ഇവിടെ 2 വിക്ഷേപണ കേന്ദ്രങ്ങളുണ്ട്. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിക്കപ്പെട്ട ആദ്യ കൃത്രിമ ഉപഗ്രഹം രോഹിണി RS-1 ആണ്. ഇന്ത്യയുടെയും മറ്റ് വിദേശ രാജ്യങ്ങളുടെയും നിരവധി കൃത്രിമ ഉപഗ്രഹങ്ങൾ ചുരുങ്ങിയ ചെലവിൽ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ സംവിധാനത്തിന് കഴിഞ്ഞു. ഇന്ത്യയുടെ എല്ലാ സ്വപ്ന പദ്ധതികളും വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. ചന്ദ്രയാൻ 3 ആദിത്യ L1 മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഗഗൻയാൻ ദൗത്യവും എല്ലാം വിക്ഷേപിക്കുന്നത് ശ്രീഹരിക്കോട്ടയിൽ വെച്ചാണ്. ബംഗാൾ ഉൾക്കടലിലെ ഒരു ദ്വീപാണ് ഇത്. ഇന്ത്യയുടെ കിഴക്ക് വശത്താണ് എന്നതുള്ളതും ഭൂമധ്യരേഖയുടെ അടുത്താണ് എന്നതും ഉപഗ്രഹ വിക്ഷേപണത്തിന് ഏറെ സഹായകമാകുന്നു. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത് ഭൂമി കറങ്ങുന്ന അതേ ദിശയിലേക്ക് ഭൂമിയുടെ ഭ്രമണ വേഗത കൂടി പ്രയോജനപ്പെടുത്തിയാണ്. ഭൂമധ്യരേഖയ്ക്കടുത്താണ് ഭ്രമണ വേഗത ഏറ്റവും കൂടുതൽ. കിഴക്ക് ഭാഗത്തേക്ക് കടലാണ് എന്നുള്ളതും ഉപഗ്രഹ വിക്ഷേപണത്തിന് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നു. ഇതെല്ലാം മൂലം ഭൂസ്ഥിര ഉപഗ്രഹ വിക്ഷേപണത്തിന് ശ്രീഹരിക്കോട്ട അനുയോജ്യമായ പ്രദേശമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. തിരുവനന്തപുരം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ കാന്തിക ഭൂമധ്യരേഖ തുമ്പയിലൂടെയാണ് കടന്നുപോകുന്നത്. അറബിക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുമ്പ കാലാവസ്ഥാ പഠനത്തിന് ഉതകുന്ന റോക്കറ്റ് വിക്ഷേപണത്തിന് പറ്റിയ സ്ഥാനമാണ്. അതിനാൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവായ വിക്രം സാരാഭായിയുടെ അഭ്യർത്ഥന മാനിച്ച് അവിടെയുള്ള ക്രിസ്ത്യൻ ദേവാലയവും സമീപ പ്രദേശവും റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിനായി വിട്ടു നൽകുകയായിരുന്നു. 1963 നവംബർ 21 തുമ്പയിൽ നിന്നും ആദ്യമായി റോക്കറ്റ് വിക്ഷേപിക്കപ്പെട്ടത്. ആദ്യ റോക്കറ്റ് നെയ്ക്ക് അപ്പോച്ചയായിരുന്നു. 1968 ഫെബ്രുവരി 2 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തുമ്പ ഇക്വറ്റോറിയൽ ലോഞ്ചിങ് സ്റ്റേഷൻ ഐക്യരാഷ്ട്ര സഭയ്ക്ക് സമർപ്പിച്ചു. ഇപ്പോഴും എല്ലാ മാസവും തുമ്പയിൽ നിന്ന് സൗണ്ടിങ് റോക്കറ്റുകൾ വിക്ഷേപിക്കാറുണ്ട്. അന്തരീക്ഷ പഠനത്തിന് ആവശ്യമായ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന റോക്കറ്റുകളാണ് സൗണ്ടിങ് റോക്കറ്റ്. സൗണ്ടിങ് എന്ന വാക്കിനർത്ഥം അളക്കൽ എന്നാണ്. 40 കിലോമീറ്റർ
40 കിലോമീറ്ററിനും 100 കിലോമീറ്ററിനും ഇടയ്ക്കുള്ള അന്തരീക്ഷത്തിനെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്നവയാണ് സൗണ്ടിങ് റോക്കറ്റുകൾ. ഒരു നിശ്ചിത ഉയരത്തിലെത്തിയ ശേഷം താഴേക്ക് പതിക്കും. അപ്പോൾ അന്തരീക്ഷത്തിന്റെ മർദ്ദം, താപനില തുടങ്ങിയവ അളക്കും. എല്ലാ മാസവും തുമ്പയിൽ നിന്നും സൗണ്ടിങ് റോക്കറ്റുകൾ വിക്ഷേപിക്കാറുണ്ട്. മുൻകൂട്ടി അനുമതി വാങ്ങിയാൽ പൊതുജനങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ മനോഹരമായ സ്പേസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.